അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും കൂടിയും പോകുന്നുണ്ട് നമ്മുടെ നീതുവിൻ്റെ വീട്ടിലേക്ക്. നീതുവിനാണെങ്കിൽ ഇവരെ കാണുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. നീതുവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ വിളിച്ചിട്ടാണ് ഇവർ വന്നതെന്ന്. ഇല്ലമ്മേ ഞാനല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ നീതുവിൻ്റെ ഏട്ടനും കയറി വരുന്നുണ്ട്. നീതുവിൻ്റെ ഏട്ടൻ കയറി വന്നിട്ട് നമ്മുടെ സുധീഷിനെ അടിക്കാനൊക്കെ പുറപ്പുണ്ട്. അടിക്കാനൊന്നും വരണ്ട, ഞങ്ങൾ നിന്നോട് മര്യാദയ്ക്കല്ല സംസാരിക്കാൻ വരുന്നത്, പിന്നെ അണക്ക് എന്തിനാ കയ്യാങ്കളിയെന്നൊക്കെ ചോദിച്ചിട്ട് കൈയൊക്കെ തടയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ കഞ്ചാവൊക്കെ അടിച്ചിട്ടാണോ വരുന്നത്, നിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തുടുത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ നീതുവിൻ്റെ ഏട്ടന് ദേഷ്യം വന്നിട്ട് സുധീഷിനെ അടിക്കാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, ഇതാണോ നിൻ്റെ കൊട്ടാരമുള്ള വീട്, ഈ വീടിനെ കണ്ടിട്ടാണോ ഞങ്ങളെ വീടിനെ വന്ന് കളിയാക്കിയിരുന്നത്, ഇതേ നിനക്കൊരു വാടക വീട്, ഞങ്ങളുടെ വീട് ഒന്നില്ലെങ്കിൽ ഞങ്ങളെ സ്വന്തം പേരിലുള്ളതാണ്, ഞങ്ങളുടെ വീടാണ്, ഇതിനെല്ലാം എൻ്റെ വലിയ വർത്തമാനം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സുധീഷ് നീതുവിൻ്റെ ഏട്ടനായിട്ടിട്ട് പറയുന്നുണ്ട്. നീതുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാതായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഹരീഷിനോട് സുധീഷിനോട് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടാളെ ഇറങ്ങിപ്പോരുന്നുണ്ട്. ഞങ്ങൾ ഇനി വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുന്നുണ്ട്. അവർ ഇറങ്ങി വീട്ടിലേക്കൊക്കെ വന്നിട്ട് ചായയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എങ്ങോട്ടാ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ നീതുവിൻ്റെ അമ്മയും അച്ഛനും ഓട്ടോ വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ മകളെ പറഞ്ഞയക്കുക, ഇതുപോലുള്ള വീട്ടിലേക്ക് എങ്ങനെ ഞങ്ങൾ മകളെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞിട്ട് വീടിനെ ഒരുപാട് മോശമായിട്ട് പറയുന്നുണ്ട്. വീടിനെ മാത്രമല്ല, ഈ വീട്ടിൽ എങ്ങനെയാണ് ഒരു പെണ്ണുങ്ങൾ വന്ന് ജീവിക്കുക, ഈ പെണ്ണുങ്ങൾ വാഴാത്ത വീടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല. നിധി നമ്മുടെ സുധീഷിനെ വേഗം വിളിച്ച് കൊണ്ടിട്ട് താലി ചോദിക്കുന്നുണ്ട്. താലി എന്തിനാന്നൊക്കെ നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണം, ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ താലി വേഗം അവൾ കഴുത്തിലിട്ടിട്ട് പോയി പറയുന്നുണ്ട്, ഞാൻ ആ താലി പിടിച്ചിട്ട് പറയുന്നത്, ഞാൻ സുധീഷിൻ്റെ ഭാര്യയായിട്ട് ഇവിടേക്ക് വന്നിട്ട് 4-5 മാസമായി, ഞാൻ ഇവിടെ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് കഴിയണത്, നിങ്ങൾക്ക് എത്ര ധൈര്യത്തോടു കൂടി വേണമെങ്കിൽ നിങ്ങളെ മകളെ ഇവിടേക്ക് പറഞ്ഞയക്കാം, ഞാൻ ഉറപ്പ് തരാം, എൻ്റെ വീട്ടിൽ കഴിഞ്ഞേക്കാട്ടിലും ഞാൻ സുഖത്തിലാണ് ഇവിടെ കഴിയണത്, ഞാനും അത്യാവശ്യം വലിയ കുടുംബത്തിൽ നിന്നാണ് വന്നത്, എൻ്റെ വീട് ഇതിലേക്കാരെ വലുതും ഒക്കെയാണ്, പക്ഷേ എന്തുകൊണ്ടും കിട്ടാത്തത് ഈ വീട്ടിൽ ഒന്ന് കിട്ടാണ്ട് മനസ്സമാധാനം, ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടി കഴിയാം, നിങ്ങൾക്ക് നിങ്ങളെ മകളെ വേണമെങ്കിൽ പറഞ്ഞയച്ചാൽ മതി, ആരും ഇവിടെ നിർബന്ധിക്കില്ല, അല്ലാതെ ഈ വീട്ടിലത്തെ ഇവിടെ വാഴാത്ത പെണ്ണുങ്ങളെയും വന്നിട്ട് വലിയ വർത്തമാനം പറയണ്ടെന്ന് പറഞ്ഞിട്ട് ആട്ടി വിടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷ് വിചാരിക്കുന്നുണ്ട്, അവൾ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് വർത്തമാനം പറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് സുധീഷ് സന്തോഷിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.